വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ ടോപ്പിക് മൾട്ടിപ്ലെക്സർ. ഓക്കെ, മൾട്ടിപ്ലെക്സർ ഈസ് ഓൾസോ കോൾഡ് മക്സ് ഓർ ഡാറ്റ സെലക്ടർ. The main function of multiplexer is data transmission. Okay, data transmission. Then, what is multiplexer? Multiplexer എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്. ഒരു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടാണ് മൾട്ടിപ്ലെക്സർ. പിന്നെ ഇറ്റ് സെലക്ട് എ ബൈനറി ഇൻഫോർമേഷൻ ഫ്രം വൺ ഓഫ് മെനി ഇൻപുട്ട് ലൈൻസ് ആൻഡ് ഡയറക്ട്സ് ഇറ്റ് ടു ദ ഔട്ട്പുട്ട് ലൈൻ. ഒരുപാട് ഇൻപുട്ട് ലൈൻസ് നിന്ന് ഒരു ഇൻപുട്ടിനെ സെലക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് ഡയറക്റ്റ് ചെയ്യുക. അതാണ് മൾട്ടിപ്ലെക്സറിൽ ചെയ്യുന്നത്. ദിസ് ഈസ് ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് മൾട്ടിപ്ലെക്സർ. This is the marks. Contain one output line, many input lines. Okay, I0 to IN. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻപുട്ടിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെലക്ട് വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഔട്ട്പുട്ടിലേക്ക് നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യുന്നത് ഒരു സെലക്ഷൻ വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലെക്സറിന് എന്തും കൂടെ ഉണ്ട്, ഒരു സെലക്ഷൻ വേരിയബിളും കൂടെ കൊടുക്കണം. ഓക്കെ, ഇനി ഇത്രയാണ് മൾട്ടിപ്ലെക്സറിൽ പറയാനുള്ളത്. ഇനി അതിൽ അവൈലബിൾ ആയിട്ടുള്ള മൾട്ടിപ്ലെക്സേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2x1 multiplexer, 4x1 multiplexer, 8x1 multiplexer, 16x1 multiplexer, 32x1 multiplexer. ഓക്കെ, 2x1 മൾട്ടിപ്ലെക്സറിൽ എത്ര ഇൻപുട്ട് ഉണ്ടാവും? 2 ഇൻപുട്ട് ഉണ്ടാവും. ഓക്കെ, 4x1 4, 8x1 8, 16x1 16, ദെൻ 32x1 32 ഇൻപുട്ട് ലൈൻസ് ആണ് ഉണ്ടാവുക. It contains single output line. ഓക്കെ, ഇനി ഈ ഒരു മൾട്ടിപ്ലെക്സർ ഈസ് ബേസ്ഡ് ഓൺ എന്തിനെ ബേസ് ചെയ്യുന്നുണ്ട്? സെലക്ഷൻ വേരിയബിളിനെ ബേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഇൻപുട്ടുള്ള ഒരു മൾട്ടിപ്ലെക്സറിന് എത്ര സെലക്ഷൻ ലൈൻ വേണം? 1. ഓക്കെ, 4-ന് 2, 8-ന് 3, 16-ന് 4, 32 5. ഇത്രയും സെലക്ഷൻ ലൈന് വേണം. ഓക്കെ, ഇനി ഈ ഇൻപുട്ട് ലൈനും അതേപോലെ സെലക്ഷൻ ലൈനും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ ഒരു റിലേഷനാണ് m is equal to log 2n. Okay, this is the relation between input line and selection variable. ഓക്കെ, നമുക്ക് അതിനുള്ള ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇതിൽ m is equal to log 2n അല്ലേ? അപ്പം ഇതിൽ m എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ഷൻ വേരിയബിളും n എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വേരിയബിളും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് n is equal to 32 ആയിട്ടുള്ള ഒരു മക്സ് എടുത്ത് നോക്കാം. അതിൽ എത്ര സെലക്ഷൻ വേരിയബിൾ ഉണ്ട് നോക്കാം. അപ്പം m is equal to എങ്ങനെ വരും? m is equal to log 2 32 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു log 2 2 raised to 5 ഈക്വൽ ടു 5 log 2 2 വരും. ഇനി log 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. 5 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 5. സോ എത്ര സെലക്ഷൻ ലൈൻ വേണം? 32 ഇൻപുട്ട് ലൈനുള്ള ഒരു മൾട്ടിപ്ലെക്സറിന് 5 സെലക്ഷൻ വേരിയബിളാണ് വേണ്ടത്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 2x1 മൾട്ടിപ്ലെക്സറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, 2x1 മൾട്ടിപ്ലെക്സർ. അപ്പോൾ 2x1 എത്ര ഇൻപുട്ട് ഉണ്ട്? 2 ഇൻപുട്ടും എത്ര സെലക്ഷൻ ലൈൻ വേണം? 1 സെലക്ഷൻ ലൈനും. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ദിസ് ഈസ് ദി ബ്ലോക്ക് ഡയഗ്രാം. 2x1 മക്സ്, single output y, 2 input that is I0 I1, single selection line S. Okay,
ദിസ് ഈസ് ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 2x1 മൾട്ടിപ്ലെക്സർ. ഇതിനെ മറ്റൊരു രീതിയിലും കൂടെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഒരു സെലക്ഷൻ ലൈൻ I0 I1 Y S. ഓക്കെ, 2x1 mux. ഇനി ഈ ഒരു സെലക്ഷൻ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. എന്തൊക്കെ ഉണ്ടാവും? ഒരു സെലക്ഷൻ ലൈൻ ഉണ്ടാവും, ദാറ്റ് ഈസ് എസ്. പിന്നെ ഔട്ട്പുട്ട് ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ സെലക്ഷൻ ലൈന് 0 ആവുമ്പം ഏത് ഇൻപുട്ടിനെയാണ് സെലക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ I0നെയാണ് സെലക്ട് ചെയ്യുക. സെലക്ഷൻ ലൈന് 1 ആണെങ്കിൽ I1നെ സെലക്ട് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദി ട്രൂത്ത് ടേബിൾ ഓഫ് 2x1 മക്സ്. ഇനി ഈ ഒരു ട്രൂത്ത് ടേബിളിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം, ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. y ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? സെലക്ഷൻ ലൈന് 0 ആവുമ്പം ദാറ്റ് ഈസ് എസ് കോംപ്ലിമെൻറ്റ് ഏതിനെയാണ് സെലക്ട് ചെയ്യുക? I0നെ സെലക്ട് ചെയ്യും. ഓർ സെലക്ഷൻ ലൈന് 1 ആവുമ്പം ഏതിനെ സെലക്ട് ചെയ്യും? I1നെ സെലക്ട് ചെയ്യും. ദിസ് ഈസ് ദി എക്സ്പ്രഷൻ. ഓക്കെ, ഇനി ഈ ഒരു എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2x1ൻ്റെ എന്ത് ഡിസൈൻ ചെയ്യാം? ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം. അതിൽ എത്ര ഇൻപുട്ട് ഉണ്ട്? എസ് എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ട്, I0 എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ട്, I1 എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, ഇനി എസിനെ കോംപ്ലിമെൻ്റ് ചെയ്യണം. ഇക്വേഷൻ എങ്ങനെയായിരുന്നു? y ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെൻറ്റ് I0 പ്ലസ് എസ് I1. ഓക്കെ, അപ്പം എസ് കോംപ്ലിമെൻ്റ് ആണിത്. ഓക്കെ, എസ് കോംപ്ലിമെൻറ്റ് I0നെ എന്ത് ചെയ്യുക? ആൻഡ് ചെയ്യുക. ഓക്കെ, ദെൻ I1ഉം ഏതും എടുക്കുക? എസ്സും എടുക്കുക, അതിനെ ആൻഡ് ചെയ്യുക. ദെൻ ഇതിനെ രണ്ടിനെയും എന്ത് ചെയ്യുക? ഓർ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? y കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദി ലോജിക് സർക്യൂട്ട് ഫോർ ദി 2x1 മക്സ്. ഓക്കെ, ഇനി നമുക്ക് 4x1 മക്സിലേക്ക് പോകാം. ഓക്കെ, 4x1 മക്സിൽ 4x1 മക്സ് എത്ര ഇൻപുട്ട് ഉണ്ടാവും? 4 ഇൻപുട്ട് ഉണ്ടാവും. എത്ര സെലക്ഷൻ ലൈൻ ഉണ്ടാവും? 2 സെലക്ഷൻ ലൈൻ ഉണ്ടാവും. നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ബ്ലോക്ക് ഡയഗ്രത്തിൽ 4x1 മക്സ് ഔട്ട്പുട്ട് 1, ഇൻപുട്ട് 4, ദെൻ I0 I1 I2 I3. ഓക്കെ, എത്ര സെലക്ഷൻ ലൈൻ ഉണ്ട്? 2, S0 ആൻഡ് S1. ഓക്കെ, S0യും S1ഉം ആണ്. ഇനി ഈ ഒരു സെലക്ഷൻ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ദിസ് ഈസ് ദി ബ്ലോക്ക് ഡയഗ്രാം. ദെൻ നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കാം. എത്ര ഇപ്പം I0 I1 I2 അതിന് പകരം ഞാൻ ഡാറ്റയാണല്ലോ നമ്മൾ പാസ് ചെയ്യുന്നത്. D0 D1 D2 D3 എന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പം എത്ര ഇൻപുട്ട് ഉണ്ട്? D0 D1 D2 D3. ഓക്കെ, ഇത്രയും ഇൻപുട്ട് ഉണ്ട്. പിന്നെ S0 S1 എന്ന് പറയുന്ന 2 സെലക്ഷൻ ലൈനും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കാം. S1 S0 ഇതിൽ LSB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ S0യും
MSB എന്ന് പറഞ്ഞാൽ S1 ആണ്. അപ്പം S1 0യും S0 0 ആണെങ്കിൽ Y ഏതാണ് സെലക്ട് ചെയ്യുക? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ I0 ആയിരിക്കും. ഇനി S1 0യും S0 1 ആണെങ്കിൽ I1 സെലക്ട് ചെയ്യും. ഇനി S1 1ഉം S0 0 ആണെങ്കിൽ I2 സെലക്ട് ചെയ്യും. ഇനി 1 1 ആണെങ്കിൽ I3 സെലക്ട് ചെയ്യും. ദിസ് ഈസ് ദി ട്രൂ ടേബിൾ ഫോർ 4/1 മക്സ്. ഇനി അതിൻ്റെ എന്ത് നോക്കാം? എക്സ്പ്രഷൻ നോക്കാം. എക്സ്പ്രഷൻ എങ്ങനെയാണ് വരിക? Y ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വരുന്നത് D0 അല്ലേ? ദറ്റ് ഈസ് I0. D0 S1 കോംപ്ലിമെൻറ്റ് S1 0യും S0 വരും അല്ലേ? S0 കോംപ്ലിമെൻറ്റ് പ്ലസ് D1 S1 വീണ്ടും കോംപ്ലിമെൻറ്റ് S0 പ്ലസ് D2 S1 S0 കോംപ്ലിമെൻറ്റ് പ്ലസ് D3 S1 S0. ഇതാണ് ഇതിൻ്റെ എക്സ്പ്രഷൻ. ഇനി ഇതിൻ്റെ ലോജിക് ഡയഗ്രം കൂടെ നമുക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം. ലോജിക് ഡയഗ്രം എങ്ങനെയാണ് വരിക? 4 വരും അല്ലേ? ഏതൊക്കെയാണ് ഇൻപുട്ട് വരുന്നത്? D0 വരും, D1 വരും, D2 വരും, D3 വരും, പിന്നെ S1 വരും, S0 വരും. ഇനി S1ൻ്റെ കോംപ്ലിമെൻറ്റ്, അതേപോലെ S0ൻ്റെ കോംപ്ലിമെൻറ്റ്. ഇനി D0 S1 കോംപ്ലിമെൻറ്റ് S0 കോംപ്ലിമെൻറ്റ് അല്ലേ? അപ്പം നമുക്ക് നേരെ ഇതിലേക്ക് പോവാം. അതിനെന്ത് ചെയ്യണം? ആൻഡ് ചെയ്യണം. ഓക്കെ. ദെൻ അടുത്ത ഏതാണ് വരിക? D1ഉം S1 കോംപ്ലിമെൻറ്റും S0യും അതിനെ ആൻഡ് ചെയ്യുക. ഓക്കെ. ദെൻ അടുത്ത ഏതാ വരിക? D2യും S1ഉം അതേപോലെ S0 കോംപ്ലിമെൻറ്റും അതിനെ ആൻഡ് ചെയ്യുക. പിന്നെ ഏതാ വരിക? D3 പിന്നെ S1 S0 ഇതിനെ ആൻഡ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഇതിനെല്ലാം കൂടെ എന്ത് ചെയ്യുക? ഓർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലെക്സർ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? മൾട്ടിപ്ലെക്സർ നോക്കി, അവൈലബിൾ ആയിട്ടുള്ള മൾട്ടിപ്ലെക്സേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി, 2/1ഉം അതേപോലെ 4/1ൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കണ്ട്. ഓക്കെ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡീമൾട്ടിപ്ലെക്സർ ആണ്. ഓക്കെ. താങ്ക് യു.